ഹായ്, നിറതെറ്റിയ പല്ലുകൾ എല്ലാവർക്കും പ്രശ്നമാണ് അല്ലേ? നിറതെറ്റിയ പല്ലുകളെക്കാളേറെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായി മാറുന്നത്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഈ നിര ശരിയാക്കുന്നതിന് വേണ്ടി പല്ലേ കമ്പി ഇടണമെന്ന് ഉള്ളതാണ്. അതായത് ആ പല്ലേൽ കമ്പി, ആ സിൽവർ കമ്പി ഇങ്ങനെ വരുന്നത് അത്ര പ്ലീസിങ് ആയിട്ടുള്ള ഒന്നല്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. തങ്ങളുടെ കാണാനുള്ള ഭംഗിയെ കുറയ്ക്കും. തങ്ങൾക്ക് ഈ വെള്ളി കളർ കമ്പി വേണ്ടായിരുന്നു, എന്നാൽ പല്ലിൻ്റെ നേരെ ശരിയാക്കുകയും വേണം. അങ്ങനെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷനിലായിരിക്കും മിക്കവാറും കുട്ടികൾ, എസ്പെഷ്യലി കുട്ടികളുടെ ഒരു ചെറുപ്പക്കാരായ ആളുകളുടെ മെയിൻ പ്രശ്നം അതാണ്. പല്ലിൽ നേരെയാക്കുകയും വേണം, എന്നാൽ പല്ലേ കമ്പി ഇട്ടെന്നിട്ട് അറിയാനും പാടില്ല, അല്ലെങ്കിൽ പല്ലേ കമ്പി ഇടാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ പല്ലേ കമ്പി ഇട്ടോട്ടെ, അത് അറിയാൻ പാടില്ല, ഇല്ലെങ്കിൽ പല്ലേ കമ്പി ഇടാൻ പാടില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്തയാണ്, അങ്ങനെയുള്ള ചികിത്സാ വിധികളും ഡെന്റിസ്ട്രിയിൽ അവൈലബിൾ ആണ്. പല്ലിൽ കമ്പിയിടുന്ന പലതരം പ്രക്രിയകളെ കുറിച്ചും ഉപയോഗിക്കുന്ന പലതരം മെറ്റീരിയലുകളെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് ഇപ്പൊ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഇക്കൂട്ടത്തിൽ ആരൊക്കെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് താഴെ കമന്റ്സിലൂടെ നമ്മളെ അറിയിക്കുക. ഒപ്പം തന്നെ ഇനി പല്ലിൽ കമ്പി ഇടാൻ പോകുന്ന ആളുകളും അതിന് തീരുമാനിച്ചിട്ടുള്ള ആളുകളും അവരുടെ കാര്യങ്ങളും ഇതിൽ കമന്റ്സിലൂടെ അറിയിക്കുക. ആ പല്ലിൽ കമ്പി ഇടാതെ ഇത് നേരെയാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അലൈനർ ട്രീറ്റ്മെന്റുകൾ. ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ആധികാരികമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് വീഡിയോയുടെ ലിങ്ക്. നിങ്ങൾക്ക് കാണാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ഉപയോഗിച്ചും പിക്ചേഴ്സ് ഉപയോഗിച്ചും അതിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് അതിന്റെ ആധികാരികത തലങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. ആ ട്രീറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഏകദേശം അതിന്റെ റേഞ്ചുകളും എല്ലാവർക്കും അറിയേണ്ടത്, അതിന്റെ ഒരു റേഞ്ചുകളും എല്ലാവർക്കും അറിയണം. ട്രീറ്റ്മെന്റിന് എത്ര രൂപയാണ്, കാരണം അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണല്ലോ. അഫോർഡബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ആദ്യം നമ്മുടെ ചുറ്റുകമ്പി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, വെള്ളി കളറുള്ള അതാണ് ട്രഡീഷണൽ ആയിട്ട് ഇട്ടുകൊണ്ട് പറയുന്ന ഒരു ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്. ഇപ്പോഴും അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേറെ സൈഡ് ഇഫക്ട്സ് ഇല്ല, കാണാൻ അത്ര ഭംഗിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് ഏകദേശം എത്ര രൂപ റേഞ്ച് വരുമെന്ന് ചോദിച്ചാൽ അതൊരു 20,000, 21,000 അല്ലെങ്കിൽ 23,000 എന്നൊക്കെയുള്ള ഒരു 25,000 വരെ അതിൻ്റെ ഒരു റേഞ്ച് പോകാറുണ്ട്. അതൊരു 1 വർഷത്തെ അല്ലെങ്കിൽ 1.5 വർഷത്തെ ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആണ്. അറ്റ് എ ടൈമിൽ നിങ്ങൾ ആദ്യമേ അടയ്ക്കേണ്ടതല്ല. എല്ലാ മാസവും അപ്പോയിന്റ്മെന്റുകൾ കാണും, ആ കമ്പി മുറുക്കാൻ കാണും. അങ്ങനെ ഒരു ലോങ് പ്രോസസ്സിന്റെ ടോട്ടൽ ഒരു കോസ്റ്റ് ആണ് ഒരു 25,000-നുള്ളിലാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റ് മിക്ക ആളുകൾക്കും വരുന്നത്. ചിലർക്ക് പല്ല് എടുക്കേണ്ടതായിട്ട് വരും, ചിലർക്ക് പല്ല് എടുക്കേണ്ട ആവശ്യം വരില്ല. അതായത് ഒരുപാട് ഇടുങ്ങിയിരിക്കുന്ന പല്ലുകളാണ്, നമുക്ക് പല്ലുകൾ താഴ്ത്തുമ്പോൾ അതിന് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല എന്നുള്ള സാഹചര്യങ്ങളിലാണ് മോസ്റ്റ് നമ്മൾ എന്തെടുക്കാറ്, പല്ല് എടുത്ത് കളയാറ്. അതേസമയം ഗ്യാപ്പുള്ള പല്ലുകളാണ്, ഇങ്ങനെ താഴ്ത്താനാണെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊന്നും നമ്മൾ പല്ല് എടുക്കേണ്ടതായിട്ട് വരത്തില്ല. എല്ലാവരും എപ്പോഴും പല്ലിൽ കമ്പി ഇടണമെങ്കിൽ പല്ല് എടുക്കുക എന്നത് കമ്പൽസറി ആയിട്ടുള്ള ഒരു ഘടകമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചിലർക്കൊരു പ്രോബ്ലം ആകാറുണ്ട്. പല്ല് കമ്പി ഇടാൻ ആളുകൾ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പല്ല് കമ്പി ഇടുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ നല്ലൊരു പല്ല്, കേടില്ലാത്തൊരു പല്ല് ഇതിന്റെ പേരിൽ എടുത്തു കളയുന്നതാണ് ഞങ്ങൾക്ക് പ്രശ്നം. അപ്പം അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കേസ് അനുസരിച്ചാണ്, ഓർത്തോ കേസ് അനുസരിച്ചാണ് പല്ല് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ചിലരുടെ സ്കെലറ്റൽ പാറ്റേണിലോ അല്ലെങ്കിൽ ഒരു ഡെന്റൽ പാറ്റേൺ അനുസരിച്ച് പല്ല് എടുക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അപ്പം ജനറൽ ആയിട്ടുള്ള കമ്പിയെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ആ കമ്പി ഇടുന്നതിനെ പറ്റിയൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അറിയാം. ഇനി ഈ ഒരു സിൽവർ കളർ അല്ലാതെ, അതത്ര പ്ലീസിങ് അല്ലല്ലോ, അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ രീതിയിലുള്ള പല്ലേ കമ്പികൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറാമിക് ആയിട്ടുള്ള ഡെന്റൽ ബ്രേസസുകൾ അവൈലബിൾ ആണ്. സെറാമിക് ബ്രേസസുകളുടെ ഒരു എന്താ പറയുക ഗുണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് പല്ലേ കമ്പി ഇട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വയറായിരിക്കും പോകുന്നത്, വെള്ളി കളറല്ല. അപ്പോൾ പെട്ടെന്നൊന്ന് നോക്കിയാലൊന്നും നിങ്ങൾ പല്ലേ കമ്പി ഇട്ടത് മനസ്സിലാകത്തില്ല. പക്ഷെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്നിരിക്കും. എന്നാൽ തന്നെയും മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എസ്തറ്റിക്കലി ഗുഡാണ് നമ്മുടെ സെറാമിക് ആയിട്ടുള്ള ബ്രേസസുകൾ. പക്ഷേ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ മെറ്റൽ ബ്രേസസുകളാണ്. കാരണം സെറാമിക് ബ്രേസസുകൾ ചില സാഹചര്യങ്ങളിൽ പൊട്ടിപ്പോകാൻ കൂടുതൽ ടെൻഡൻസിയാണ് ഇതിനേക്കാളും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത്, നമുക്ക് റിസൾട്ട് കുറച്ചുകൂടെ നല്ലതും നമ്മുടെ മെറ്റൽ ബ്രേസസ് ആണ്. എന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ സൂക്ഷിക്കാനും റിസ്ക് എടുക്കാനും തയ്യാറാണെങ്കിൽ സെറാമിക് ബ്രേസസ് എന്നൊരു രീതി ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് പുറമേ പല്ലിൽ കമ്പി ഇടുന്നത് കാണാനേ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വേറൊരു പല്ലിൽ കമ്പി അവൈലബിൾ ആണ്, ലിംഗുലി. നമ്മൾ അതായത് അകഭാഗത്ത്, പല്ലിന്റെ അകഭാഗത്ത് നമ്മൾ പല്ലിൽ കമ്പികളിട്ട് നമ്മൾ നിരതെറ്റുന്നത് അത് ശരിയാക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 രീതിയിൽ പറഞ്ഞു. മെറ്റൽ ബ്രേസസിനെ പറ്റി പറഞ്ഞു, സെറാമിക് ബ്രേസസിനെ പറ്റി പറഞ്ഞു, അതുപോലെ ലിംഗുൽ ബ്രേസസിനെ പറ്റി ഞാൻ പറഞ്ഞു അല്ലേ. പക്ഷെ ഇതൊക്കെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, എല്ലാവർക്കും എല്ലാം ആപ്റ്റ് ആവണമെന്നില്ല, ഓരോ കേസ് അനുസരിച്ചാണ്.
ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ നിങ്കിൾ ബ്രേസസിൽ നിൽക്കണമെന്നില്ല. അപ്പം അതിന് നിങ്ങൾ ട്രഡീഷണൽ വേയിൽ തന്നെ പോകേണ്ടതായിട്ട് വരും. അതൊക്കെ ഡിപ്പെൻസ്, നിങ്ങളുടെ ഓരോ കേസ് അനുസരിച്ചാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ലിംഗോലിയും ഇടാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ബക്കോലി അതായത് പുറമേയും കമ്പി ഇടാൻ താല്പര്യമില്ല, പല്ലിൽ കമ്പി അല്ലെങ്കിൽ ആ വയറെ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഡെന്റിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെയുണ്ട്. അതിനെയാണ് ഡെന്റൽ അലൈനേഴ്സ് എന്ന് പറയുന്നത്, ടീത്ത് അലൈനേഴ്സ് എന്ന് പറയുന്നത് അതിനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വയറല്ല വരുന്നത്, നമുക്ക് ഒരു കവറിങ് പോലെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറിങ്, ഒരു ക്യാപ്പ് ഇട്ടതുപോലെ മൊത്തത്തിൽ നിങ്ങളുടെ പല്ലിനെ കവർ ചെയ്യുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അപ്ലയൻസ് ആയിട്ടാണ് ഡെന്റൽ അലൈനേഴ്സ് വരുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഓർക്കുക, ഏതൊരു ട്രീറ്റ്മെൻറ്റും, മുമ്പ് ഞാൻ ഇംപ്ലാന്റിനെ പറ്റി പറഞ്ഞതുപോലെ, നിങ്ങൾ ഏതൊരു ട്രീറ്റ്മെൻറ്റും നമ്മുടെ കംഫർട്ട് സോണിലോട്ട് നന്നായി വരുന്നോ, നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട്നെസ് നൽകുന്നോ, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും കൂടും. പിന്നെ അതൊരു മോഡിഫൈഡ് വേർഷനാണ്. ഇപ്പോൾ നമ്മൾ പല്ലിൽ കമ്പി ഇടുന്ന ഒരു ചികിത്സാ രീതിയിലല്ല നമ്മൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ വേണം, ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് വേണം. ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് ഉപയോഗിച്ച് പ്രത്യേകതരം ഇംപ്രഷനുകൾ എടുക്കണം. ഈ പറയുന്ന ഈ ഡെന്റൽ അലൈനർ ഉണ്ടായി വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള പ്രത്യേകതരം മെഷീനുകളിലാണ്. അപ്പം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആണ് ഡെന്റൽ അലൈനർ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിരിക്കും. അതിൻ്റെ ആ നിലവാരം കൂടിയത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കതൊരു അതും ഈ പറഞ്ഞ പോലെ ഒറ്റ തവണ ഇടുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓരോ തവണയും അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തി അലൈനറുകൾ ചേഞ്ച് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സെറ്റ് ഓഫ് ഒരു അലൈനേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 10-20 അലൈനേഴ്സ് വേണ്ടി വരും. അപ്പം അങ്ങനെയാണ് അതിൻ്റെയും ഒരു ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലെ ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഡെന്റൽ അലൈനേഴ്സിന് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറവാണ്. നിങ്ങളുടെ വെളിയിൽ അബ്രോഡ് ഉള്ളതോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും യൂറോപ്യൻ കൺട്രീസിലോ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഇതുപോലെയുള്ള ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്, നമ്മളിവിടെ റൂട്ട് കനാലിന് ഒരു 2500 എന്ന് പറയുമ്പോൾ കൂടുതലെന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡെന്റൽ അലൈനറിൻ്റെ അല്ലെങ്കിൽ ഇംപ്ലാന്റിന് ഒരു 25,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലെന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങളൊരു ഇന്ത്യക്ക് വെളിയിലുള്ള എല്ലായിടത്തെയും ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ കോസ്റ്റ്ലിയാണ് ഡെന്റൽ ട്രീറ്റ്മെൻറ്റുകളും അതിൻ്റെ എക്യുപ്മെൻറ്റുകളുടെ കോസ്റ്റുകളും ഒക്കെ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ഡെന്റൽ അലൈനറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഇൻവിസലൈൻ. ഇൻവിസലൈൻ ബ്രാൻഡുകളാണ് നമ്മളും പലപ്പോഴും പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് മെയ്ഡ് ഇൻ USA ആണ്. അമേരിക്കയിൽ അവിടെ നിർമ്മിക്കപ്പെടുന്ന ഈ പ്രൊഡക്റ്റ് നമ്മുടെ കേരളത്തിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് ഡെലിവർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇൻവിസലൈൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, ഈ അലൈനറിൻ്റെ ഒരു ബ്രാൻഡാണ്. അപ്പം അത്രയും അവിടെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് എത്തുന്നത്. അത്രയും ഹൈ ക്വാളിറ്റി സാധനമാണ് നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് അതിന് വരും. ഒന്ന് ചിന്തിക്കുക, ഇത്രയും നാട് കിടന്നെത്തുന്ന സാധനമാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് ഞാൻ പറയുന്നത്, ഒരു വൺ ടൈം കോസ്റ്റ് അല്ല. ഇതിൻ്റെ ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുൾ ട്രേ സെറ്റുകളും എല്ലാം കൂടെ ചേർന്ന് വരുന്ന സ്കാനിങ്ങും ഇൻട്രാവറൽ സ്കാനറും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഈ ഒരു ഡെന്റൽ അലൈനർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷത്തിന് ഒരു റേഞ്ചിലാണ് എല്ലാ ക്ലിനിക്കുകളിലും മിനിമം കോസ്റ്റാണ് ഞാൻ പറഞ്ഞത് ചെയ്തു വരുന്നത്. അപ്പം ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ട്രീറ്റ്മെൻറ്റ് അത്രയും മോഡിഫൈഡ് ആയതുകൊണ്ടാണ്. നമ്മൾ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും നമ്മൾ ഇതുപോലെ ഒരു സർജറിക്ക് വിധേയമായാലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട വന്നാലോ നമ്മൾ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ഒക്കെ മുടക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും വരുന്നത്. അപ്പോൾ നിങ്ങളിതിന് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്താണ് ഡെന്റൽ അലൈനേഴ്സ്. ഇപ്പോൾ മിക്ക ക്ലിനിക്കുകളും ഇത് ചെയ്യുന്ന ഒന്നുമാണ് ഡെന്റൽ അലൈനേഴ്സ്. ഓക്കെ, അപ്പം അതിൽ കമ്പി ഇടേണ്ടതായിട്ട് വരത്തില്ല. പലവിൽ കമ്പി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാക്ഷൻ പറ്റും. അവിടെ ഞാൻ പറയുന്നു, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിരതെറ്റലാണെന്നുണ്ടെങ്കിൽ ഡെന്റൽ അലൈനേഴ്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആവണമെന്നില്ല. ചെറിയ കേസുകൾക്കാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ നാട്ടിൽ വന്നു ട്രീറ്റ്മെൻറ്റ് എടുത്തു അബ്രോഡ് പോകുന്ന ആളുകൾ, അബ്രോഡ് പോയി നിങ്ങൾ ഡെന്റൽ അലൈനേഴ്സ് ചെയ്യാൻ നിന്നാൽ ഇതിലും ഇരട്ടി ലക്ഷങ്ങൾ നിങ്ങൾ മുടക്കേണ്ട വരുമെന്ന് അവർക്ക് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് അതുപോലുള്ള NRI പേഷ്യൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് അവരുടെ സെറ്റ് ഓഫ് പേപ്പറിന് അലൈനേഴ്സുമായിട്ടാണ് പോകുന്നത്. അവർ തന്നെ അവരുടെ ഒരു ട്രെയിനിങ് കൊടുത്തുവിടും. അതനുസരിച്ച് അവർ തന്നെ ആ ട്രേ പിന്നീട് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വ്യത്യാസത്തിൻ്റെ പുറത്താണ് ഡെന്റൽ അലൈനർ കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റായി മാറുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? മെറ്റൽ ബ്രേസസ് പറഞ്ഞു, സെറാമിക്സ് പറഞ്ഞു, ലിംഗൽ ബ്രേസസ് പറഞ്ഞു, ഡെന്റൽ അലൈനേഴ്സ് പറഞ്ഞു. അങ്ങനെ പല്ലിൽ കമ്പിയിടാൻ അല്ലെങ്കിൽ നിറതെറ്റിയാൽ നിങ്ങളുടെ പല്ലുകൾ ശരിയാക്കാൻ ഒരുപാട് ഓപ്ഷനുകൾ ഇന്ന് ഡെന്റിസ്ട്രിയിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും കൂടിയ ട്രീറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾ എടുക്കണമെന്ന് ഒരു ഡെന്റിസ്റ്റുമാരും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കാറോ ഇല്ല. നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള
ആയിട്ടുള്ള മെറ്റൽ ബ്രേസസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ കംഫർട്ട് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഓരോ ഹയർ ലെവലിലെ ഓപ്ഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉതകുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കോസ്റ്റും കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അലൈനറിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഇവിടെ, അത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ഇതുപോലുള്ള സംശയങ്ങൾ താഴെ കമൻസിലൂടെ അറിയിക്കുക. നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.